ഇനി അടുത്ത ഓർഡർ ഏതാ? EDC എല്ലാം പിടികിട്ടിയല്ലോ, പോയി വോട്ട് ചെയ്തോളൂല്ലോ. അടുത്തതാ ASD. ഒരു 1.5-2 കണ്ടിട്ട് നോക്കേണ്ട ഒരു സാധനമാണ് ASD. എന്താണ് ASD? ആബ്സെൻ്റ് ആണ്, ഷിഫ്റ്റ് ആണ്, ഡെത്ത് ആണ്. ഈ ആബ്സെൻറ്റും ഷിഫ്റ്റും പറയുമ്പോൾ തന്നെ ചിരി വരും. കാരണം ഡെത്ത് ആയിട്ട് 10-30 വർഷമായിട്ടുണ്ടാവും, ആളെ വോട്ട് ചെയ്യാൻ വേണ്ടി വരും. അതാണ് ഡെത്ത് ലിസ്റ്റ്. അതുപോലെ തന്നെ ഷിഫ്റ്റായിട്ട് കുറേ നാളായി കാണും, വീട് മാറിയൊക്കെ താമസിക്കും, അവിടെ വോട്ടുമാണ് ഇവിടെ വോട്ടുമാണ്, അങ്ങനെയുള്ള കേസുകൾ വരും. പിന്നെ ആബ്സെൻ്റാ, അതും 10-15 വർഷമായിട്ട് വീട്ടിലും ഇല്ല നാട്ടിലും ഇല്ല നടന്നവനാണ് ഇതേ വരുന്നത്, ആബ്സെൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഈ BLO ലാസ്റ്റ് മൊമെൻ്റ് ആയി കഴിയുമ്പോൾ തയ്യാറാക്കും. കുറേ കാലമായിട്ട് ഇവിടെ കാണാത്ത ഒരാൾ ആബ്സെൻറ്റിൽ പെട്ടു, കുറച്ച് കാലമായിട്ട് മരിച്ച ആളാണ് എത്തിപ്പെട്ടു. ഇവരൊക്കെ എവിടെ കിടപ്പുണ്ട്? ആ ലിസ്റ്റിൽ കിടപ്പുണ്ട്. എങ്ങനെയൊക്കെ കടന്നു കൂടുന്നതാണ്. ചിലർ മരിച്ചവരല്ലായിരിക്കും, മരിച്ചു എന്നും പറഞ്ഞ് എതിർ പാർട്ടിക്കാർ അപേക്ഷ കൊടുത്തിട്ട് അതാ പെട്ടെന്നുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അത് ചെയ്യാവുള്ളൂ എന്നുള്ളതാണ്, ഒരാളെ ഒഴിവാക്കാവുള്ളൂ എന്നല്ല. പക്ഷേ അതും ചിലപ്പോൾ ഇങ്ങനെ കയറി വരാൻ മരിച്ച ആളായിട്ട് ഒഴിവാക്കപ്പെട്ടു പോയി, എന്നിട്ടാണ് ഡെത്ത് എന്ന് പറഞ്ഞിങ്ങനെ മാർക്ക് കോപ്പിൽ അടിച്ചു കാണും, അയാളുടെ വേറൊരു ലിസ്റ്റ് തന്നു കാണും. ഈ കേസുകൾ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ എത്ര കണ്ണ് വെച്ച് നോക്കണം? 2 കണ്ണ് വെച്ച് നോക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. ഇവർ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് കളയാതിരിക്കുന്നതിൻ്റെ കാരണം വേറെ എവിടെയെങ്കിലും ഉണ്ടാകും. ഒരു വോട്ടും കൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെന്നും പറഞ്ഞാൽ. അപ്പോൾ ഈ ASDക്കാർ വന്നു കഴിഞ്ഞാൽ എന്തെഴുതണം? ASD എന്ന് റിമാർക്സ് കോളത്തിൽ എഴുതണം. വളരെ നിരീക്ഷണം നടത്തിയിട്ടേ വോട്ട് ചെയ്യിക്കാൻ അനുവദിക്കാവുള്ളൂ. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ID കാർഡ് വാങ്ങി നോക്കണം. ID കാർഡ് കവറായി കാണും. വേറൊരു ID കാർഡും കൂടി കൊണ്ടുവരാൻ പറയണം. അതിനുവേണ്ടി വീട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരാൻ നമുക്ക് പറയാം, പോയി എടുത്തുകൊണ്ട് വരാൻ പറയണം. അങ്ങനെ പോയും ചിലപ്പോൾ വന്നില്ല എന്നിരിക്കും. അങ്ങനെ വീണ്ടും അയാൾ വീട്ടിൽ പോയിട്ട് ഇത് ID കാർഡ് കൊണ്ട് വന്ന് ഉറപ്പിക്കുകയാണ് ഞാൻ ഇവിടുത്തെ വോട്ടർ തന്നെയാണെന്ന് ഉറപ്പിച്ച് കഴിയുമ്പോൾ ഒപ്പ് വാങ്ങണമല്ലോ. എവിടെ ഒപ്പിടേണ്ടത്? വോട്ടർ 17A രജിസ്റ്ററിൽ 4ാമത്തെ കോളത്തിൽ വോട്ടറുടെ ഒപ്പ് വാങ്ങണമല്ലോ. അത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ളതല്ലേ. ഈ ഒപ്പ് വാങ്ങുന്നതോടൊപ്പം തന്നെ ഇയാളുടെ എന്ത് വാങ്ങണം? തമ്പ് ഇംപ്രഷൻ. 2 കാര്യമായി. 2 ID കാർഡ് നോക്കണം, ഒപ്പോടൊപ്പം ഒരു തമ്പ് ഇംപ്രഷനും കൂടി വാങ്ങിയിരിക്കണം. എന്നിട്ട് വോട്ട് ചെയ്യാൻ അനുവദിക്കാവുള്ളൂ. ഇനിയുണ്ടൊരു കാര്യം, ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തുവാ? ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, ASD ആപ്പ്. ആ ASD ആപ്പിൽ ഈ വന്നാനെ കുറിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനവും ഇരിപ്പുണ്ട്. അവൻ ASDക്കാരൻ ലിസ്റ്റിലുള്ള ആളാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരാൾ വോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് അടിക്കുന്നതിന് വേണ്ടി ASD ആപ്പിൽ ചോദിക്കുന്നിടത്ത് പേര് വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തി എൻ്റർ ചെയ്ത് കൊടുക്കുക. അവസാനം ഫോട്ടോ എടുത്ത് അതുകൂടി അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണ് ASD വോട്ടർ വന്നു കഴിഞ്ഞാൽ ASD ആപ്പിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. എല്ലാം കുറിച്ചെടുത്ത ഇതിൻ്റെ ഇടയ്ക്ക് ASDക്കാരൻ്റെ കാര്യങ്ങളെല്ലാം, തമ്പ് ഇംപ്രഷൻ എല്ലാം ആയി. ഇവിടെയും വിടുന്നില്ല. ഇനി എന്തും കൂടി ഉണ്ട്, ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ആ ASDക്കാരൻ്റെ കൈ കൊടുത്തിട്ട് ഇത് ഒപ്പിട്ട് തമ്പ് ഇംപ്രഷനോടുകൂടി നമ്മൾ തിരിച്ചു വാങ്ങി നമ്മളുടെ ഒപ്പിട്ട് വെക്കണം. ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു കല്ലുകടി എന്ന് പറഞ്ഞാൽ ഏതാണ്? പറ. ASD അല്ലേ? ASD ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് തരാൻ സാധ്യതയുണ്ട്. എന്താണ് ASD? അറിയാലോ, പറ. ആബ്സെന്റ്, ഡെത്ത്, ഷിഫ്റ്റഡ്. കുറെ കാലമായിട്ട് ആബ്സെന്റാ, പക്ഷെ വോട്ട് ചെയ്യാൻ ആൾ വരും. ആ നാട്ടിലെങ്ങും ഇല്ലായിരിക്കാം, അവർ വോട്ടർ പട്ടികയിലൊക്കെ ആബ്സെന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കാം. അങ്ങനെ ആബ്സെന്റ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റ്. പിന്നെ 10-15 വർഷം മുമ്പ് മരിച്ചു പോയവരും എവിടെ കാണും? ഈ ലിസ്റ്റിൽ കാണും. അങ്ങനെ ഡെത്തായ ഷിഫ്റ്റഡായ കേസുകളുടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടാകും. അവർ വന്നാൽ, ASD ലിസ്റ്റിൽ പെട്ടിട്ടുള്ളവർ വന്നാൽ നമ്മളൊരു 3 കണ്ണുകൊണ്ട് നോക്കണം. സാധാരണ പോരാ, അവർക്കിപ്പം സ്പെഷ്യാലിറ്റി ഉള്ള ആളുകളാണ് ആര്? ASD ലിസ്റ്റിൽപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന ID കാർഡിന് പുറമെ ഒരു ID കാർഡ് കൂടി കാണിക്കണം. കൊണ്ടുവന്നില്ലെങ്കിൽ ഓടിത്തോണ്ട് നമ്മുടെ 2 ID കാർഡ് നമ്മൾ ചെക്ക് ചെയ്യണം. എപ്പിക്ക് കൂടാതെ ഒരു ID കാർഡ് കൂടി ചെക്ക് ചെയ്യണം. ആരാ? ASDക്കാരൻ. കാരണം എന്താ?
കുറെ കാലമായിട്ട് ആബ്സെന്റ് വോട്ടിന് വന്നിരിക്കുക. ഇവിടുന്ന് മാറി താമസിച്ച് കുറെ നാളായി വേറെ എവിടെയാണ്, അവിടെ വോട്ട് കാണും, ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയായിരിക്കാം. മരിച്ചിട്ട് 5-8 ആണ്ട് നടത്തുന്നവർ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതായിരിക്കും, അയൽവക്കക്കാരാണ്. എന്നാലും ആ മരിച്ച ആളുടെ വോട്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമ്മളൊരു 3 കണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. കൂടാതെ ഏത് രജിസ്റ്ററിലാണ് ഒപ്പുവാങ്ങണ്ട? വരുന്ന ആളുടെ നമ്മൾ വരുന്ന വോട്ടറുടെ ഒരു ഒപ്പ് വാങ്ങുന്നുണ്ടല്ലോ, 17A. ഞാനത് ചോദിച്ചത് ഒന്ന് കിട്ടാൻ വേണ്ടി. അപ്പൊ ആ 17A ഒപ്പ് കൂടാതെ എന്തും കൂടി വേണം, തമ്പ് ഇംപ്രഷൻ കൂടി. അപ്പൊ 2 കാര്യമായി. 2 ID കാർഡ് നോക്കണം, FD കൂടാതെ ഒരെണ്ണം കൂടി നോക്കണം, തമ്പ് ഇംപ്രഷൻ കൂടി വാങ്ങിയിരിക്കണം. പിന്നെയോ ആ ASD ലിസ്റ്റിൽ പെട്ട ആളാണെങ്കിൽ ഒരു ആപ്പ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ അതാണ് നേരത്തെ പറഞ്ഞ ASD ആപ്പ്. ഈ ASD ആപ്പില് നമുക്ക് 2 ആപ്പാണല്ലോ ഉള്ളത്. നമുക്ക് 2 ആപ്പല്ല 3 ആപ്പ് പറയാം. ഒന്ന് നമ്മൾ ഈ ആപ്പിൽ കുരുങ്ങി കിടക്കണം, ഒന്ന് ഇപ്പൊ ഇനി ഉള്ളത് കോൾ മാനേജറും ASD. അപ്പൊ ASD ഡൗൺലോഡ് ചെയ്ത് തൊട്ട് തലേദിവസം ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ASD കാരൻ വന്നു കഴിഞ്ഞാൽ ആ ആപ്പിലൂടെ ചോദിക്കുന്ന സകല വിവരങ്ങളും ഈ ആളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തോണ്ടിരിക്കണം. അവസാനം അയാളുടെ ഫോട്ടോ എടുക്കാൻ പറയും. ആ ഫോട്ടോയും നമ്മൾ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് വിടണം. എല്ലാം ASD ആപ്പിലൂടെ ചെയ്യാം. അത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ASD കാരൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് എവിടെ രേഖപ്പെടുത്തിക്കണം? 17A റിമാർക്സ് കോളത്തിൽ ASD കണ്ടില്ലേ, ഒപ്പും തമ്പ് ഇംപ്രഷനും കണ്ടില്ലേ. പിന്നെ ASD കാരൻ്റെ എന്തും കൂടി വേണം. അപ്പൊ ഡിക്ലറേഷനോ സെപ്പറേറ്റ് ഒരു ഫോമോ ഇല്ലാത്തൊരു കച്ചവടവും നമുക്കില്ല. എല്ലാത്തിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക.